ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ഫാഷൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ സീരീസിലെ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഡ്രോയിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇന്ന് ചെയ്യാഞ്ഞത്. പിന്നെ ഈ ഒരു വീഡിയോ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടിട്ടും വലിയ യൂസ് ഇല്ലല്ലോ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനെ പാക്കൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ രസമല്ലേ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. നാളെ എന്തായാലും ഡ്രോയിങ് വീഡിയോ ചെയ്യാം. ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന പാറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ എന്താ പറയുക, നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വെറുതെ എടുത്ത് നോക്കും. യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീഡിയോസും ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് 1-2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാ വീഡിയോസിലും താഴെ കമൻറ്റൊക്കെ ചെയ്യുന്നത്. ഞാനപ്പോൾ അവരുടെ ചാനലൊക്കെ നോക്കാറുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ 1-2 സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും താഴെ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ എന്താ പറയുക, എല്ലാ വീഡിയോസൊക്കെ കാണുന്നതിലും അതിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ നല്ല അടിപൊളി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഗീവ് അവേ ഒക്കെ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. സംഭവം എങ്ങനെയൊക്കെ ചെയ്യണേ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് കടകളിലൊക്കെ പോകാൻ നേരത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി വെക്കുന്നുണ്ട്. ബട്ട് എങ്ങനെയൊക്കെയാണ് ഇത് തരണ്ടേന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഗീവ് അവേ ഒക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് വന്നിട്ട്. നമുക്കിത് പാക്ക് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഫസ്റ്റ് ഡേ ഒരുപാട് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാനും ഇല്ല. പിന്നെ എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കുഞ്ഞ് സിബിൽ ഞാൻ വയ്ക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ പുതിയ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടും വരെ നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്തായാലും മറക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കൊല്ലവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഐഡൻറ്റിറ്റി കാർഡ് ഇടാൻ മറന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയാണ്, എപ്പോഴും ഊരിക്കഴിഞ്ഞാൽ ബാഗിൽ തന്നെ വയ്ക്കും. എന്താ വെച്ചാൽ അപ്പോൾ പിന്നെ സ്കൂളിൽ ചെല്ലാൻ മറന്നാലും കുഴപ്പമില്ലല്ലോ, എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും അത് ഞാൻ എന്തായാലും ഇപ്പം തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സിബിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സിബിൽ ഞാൻ വെക്കുന്നത് നോട്ട്ബുക്കാണ്, ഒരു റഫ് നോട്ടാണ് വെക്കുന്നത്. അപ്പോൾ പേരും കാര്യങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെൻ്റെ അമ്മ വന്നിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ട്. എന്താ വെച്ചാൽ സ്റ്റിക്കർ നെയിം സ്ലിപ്പൊക്കെ എഴുതുമ്പോഴത്തേക്കും കുറച്ച് വൃത്തിക്കും മേനക്കൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നോട്ട്ബുക്ക് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് എൻ്റെ ഒരു ഡയറിയാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡയറി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് വശം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഡയറിയാണ് എൻ്റെ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ഞാനിരുന്ന് എഴുതുന്നതാണ്. എനിക്ക് ഇത് ഈ ഡയറി എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കൊരു മടുപ്പില്ല കേട്ടോ ഈ ഡയറി എഴുതാനായിട്ട്. വേറെ എന്തായാലും എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മടുക്കും. പക്ഷേ ഇതെനിക്ക് ചെയ്തിട്ട് മടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ ഗേസ്, ഇത് ഞാൻ തന്നെ എന്താ പറയുക, താമരയുടെ ഇതളുണ്ടായിരുന്നു അത് വെച്ചിട്ട് ചെയ്ത, താമരയല്ല ആമ്പലിൻ്റെ ഇല വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് കണ്ടോ, ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമൊക്കെ. അപ്പോൾ ഇതൊക്കെ വെറുതെ ഇരിക്കാൻ നേരത്തെ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സ്പേസ് വിട്ടേക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെയും കാണിക്കാറുണ്ട്, അവരുടെ എന്താ പറയുക ഇതുപോലത്തെ സീക്രട്ട് ആയിട്ടുള്ള ഡയറീസൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ പൗച്ചും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കുന്നത് ഈ ഒരു ഇറേസറ്, പിന്നെ 2 പെന്ന് വെക്കുന്നുണ്ട്. ഒരെണ്ണം സ്പെയർ ആയിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ 2എണ്ണം വെക്കാറുണ്ട്. പിന്നെ അടുത്തതായിട്ടൊരു പെൻസിലാണ്. പെൻസിലൊന്നും ഷാർപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഡേ ഒന്നും എഴുതിപ്പിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു സ്കെയില്, പിന്നെ ഒരു ഷാർപ്പ്നർ. ഇത്രേ വെക്കുന്നുള്ളൂ. എനിക്ക് ഹൈലൈറ്റർ വാങ്ങാനുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കാനാണ് കൂടുതലും ഇഷ്ടം. അല്ലാണ്ട് എന്താ പറയുക, വെറുതെ പഠിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനാണ് കൂടുതലിഷ്ടം.
അപ്പോൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ട് കാണാൻ നേരത്ത് പഠിക്കാനൊക്കെ തോന്നണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹൈലൈറ്റർ വാങ്ങണം. ഇപ്പം എന്തായാലും വാങ്ങിച്ചിട്ടില്ല, ഞാൻ കടയിൽ ചെന്നപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ ഈ ഒരു സിബിൽ തന്നെ വയ്ക്കുന്നത്. എനിക്കിങ്ങനെ ഒരുപാട് സിബ് തുറന്ന് എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, എല്ലാം ഒറ്റ സിബിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നാലും എനിക്ക് ഒരുപാട് സിബുള്ള ബാഗ് ഇഷ്ടമാണ്, പക്ഷേ എല്ലാം ഒരു സിബിൽ വെക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ മറ്റേ കഴിഞ്ഞ കൊല്ലത്തെ ബാഗിലും അങ്ങനെയായിരുന്നു, എല്ലാ സാധനവും ഒരു കള്ളിയിലായിരുന്നു, ബാക്കി ഒരു കള്ളിയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. അത് ഇപ്പോഴേ വെക്കുന്നത് എന്താ വെച്ചാൽ എപ്പോഴും ബാഗിൽ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവാറുള്ളത്. ഇപ്പം ഞാൻ വെറുതെ ഒരു രസത്തിന് വെക്കുന്നേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറന്നിട്ട് വെച്ചാൽ മതി. എന്തായാലും വെച്ചേക്കാം. അത് നമുക്ക് ഈ താഴെ ഈ ഒരു സിബിൽ വെക്കാം. എന്താ വെച്ചാൽ യൂസ് ഇല്ലല്ലോ, സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാലാണല്ലോ യൂസ് വരുള്ളൂ. അപ്പോൾ എന്തായാലും അതവിടെ വെക്കുന്നുണ്ട്, താഴത്തെ കള്ളിയിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് കുറച്ച് പേപ്പർ പിൻസാണ്. ഇതൊക്കെ ഒരു ക്യൂട്ട്നെസ്സിന് വെക്കുന്നേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാനും ഇതുപോലെ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കൊണ്ടുപോകും, എന്നിട്ട് 1-2 അവർക്കൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ അവരുടെ കയ്യിലുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അവർ നമുക്കും തരും, നമ്മൾ അങ്ങോട്ടും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ, ഇത്രയൊക്കെ ഞാൻ ബാഗിൽ വെക്കുന്നുള്ളൂ. പിന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. സോ അപ്പോൾ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബാഗൊക്കെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചോ, കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.